വാട്സാപ്പോ ഇന്റർനെറ്റോ എന്തിനെ വലിയ തൊഴിലാളി യൂണിയനുകളോ പോലും ഇല്ലാത്തൊരു കാലത്ത് ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ കാർഷിക സമ്പദ്വ്യവസ്ഥയെയും സ്തംഭിപ്പിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അതെ, അതൊരു ചെറിയ കാര്യമല്ല. ശരിക്കും അതുപോയിട്ട് സ്വന്തം നാട്ടിലെ ഒരു പൊതുവഴിയിലൂടെ നടക്കാൻ പോലുമുള്ള അടിസ്ഥാന മനുഷ്യാവകാശം ഇല്ലാതിരുന്ന ഒരാൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിൽ കൃത്യമായി അതുതന്നെ ചെയ്തു കാണിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മൾ ഈ ഡീപ് ഡൈവിലൂടെ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത് അയ്യങ്കാളി എന്ന ആ ചരിത്രപുരുഷനെക്കുറിച്ചാണ്. തീർച്ചയായും. കേവലം ഒരു സമ്പദ്വ്യവസ്ഥയെ സ്തംഭിപ്പിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. അങ്ങേയറ്റം അടിച്ചമർത്തപ്പെട്ടിരുന്ന അത്രയും ജീർണിച്ച ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ അടിത്തട്ടിൽ നിന്ന് അദ്ദേഹം തിരുത്തിയെഴുതി. ലഭ്യമായ ചരിത്രരേഖകളും മുൻകാല PSC ചോദ്യങ്ങളിലൊക്കെ കാണുന്ന കൃത്യമായ വിവരങ്ങളും പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതം ശരിക്കും ഒരു മാസ്റ്റർ ക്ലാസ് സ്ട്രാറ്റജിയാണെന്ന് നിങ്ങൾക്ക് കാണാം. എനിക്ക് ഇതിലേറ്റവും അത്ഭുതം തോന്നുന്നത് ഈ പോരാട്ടങ്ങളുടെയൊക്കെ ഒരു തുടക്കം ആലോചിക്കുമ്പോഴാണ്. അതായത് 1863 ഓഗസ്റ്റ് 28-ന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ചൊരാൾ. അതെ, അയ്യന്റെയും മാലയുടെയും മകനായിട്ട്. ഉവ്. പിന്നീട് 1858-ൽ ചെല്ലമ്മയെ വിവാഹം കഴിച്ച് ജീവിച്ചൊരു സാധാരണ മനുഷ്യൻ. ഒരു ജനതയെ അത്രയും മോശമായി പരിഗണിച്ചിരുന്ന ആ കാലത്ത് എവിടെ നിന്നാണ് അദ്ദേഹം ഈ പോരാട്ടം തുടങ്ങുന്നത്? ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശത്തിൽ നിന്ന് തന്നെ അദ്ദേഹം തുടങ്ങി. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കാനുള്ള അവകാശം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ പുലയർ ഉൾപ്പെടെയുള്ള അധസ്ഥിത വിഭാഗങ്ങൾക്ക് പൊതുവഴികൾ ഉപയോഗിക്കാൻ വിലക്കുണ്ടായിരുന്നു. അതെ, അത് ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹം ആരോടും പോയി കെഞ്ചി അനുവാദം ചോദിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം. പകരം 1893-ൽ ചരിത്രപ്രസിദ്ധമായ ആ വില്ലുവണ്ടി യാത്ര അദ്ദേഹം സംഘടിപ്പിച്ചു. ഒന്ന് നിൽക്കൂ, റോഡിലൂടെ നടക്കാൻ പോലും അവകാശമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും ഗാംഭീര്യമുള്ളൊരു വില്ലുവണ്ടി കിട്ടുന്നത്? അതാരെങ്കിലും സംഭാവന നൽകിയതാണോ? അവിടെയാണ് അദ്ദേഹത്തിന്റെ ബുദ്ധി. ആരും കൊടുത്തതല്ല. സ്വന്തം അധ്വാനത്തിൽ നിന്ന് സ്വരുക്കൂട്ടിയ പണം കൊടുത്ത് അദ്ദേഹം നേരിട്ടൊരു വില്ലുവണ്ടി വാങ്ങി. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം അദ്ദേഹം സ്വീകരിച്ച രീതികളാണ്. രാത്രിയുടെ മറവിൽ ആരുമറിയാതെ വണ്ടിയോടിക്കുകയല്ല അദ്ദേഹം ചെയ്തത്. അപ്പോ പിന്നെ അന്നത്തെ കാലത്ത് സവർണ പ്രമാണിമാർക്ക് മാത്രം ധരിക്കാൻ അവകാശമുണ്ടായിരുന്ന വെള്ളമുണ്ടും മേൽമുണ്ടും തലപ്പാവുമൊക്കെ അദ്ദേഹം ധരിച്ചു. എന്നുവെച്ചാൽ തന്നെ അടിച്ചമർത്തുന്നവരുടെ അതേ ഡ്രസ് കോഡ് അദ്ദേഹം ഹൈജാക്ക് ചെയ്തു. തികച്ചും. അതുമാത്രല്ല, കാളകളുടെ കഴുത്തിൽ വലിയ വെങ്കല മണികൾ അദ്ദേഹം കെട്ടിത്തൂക്കിയിരുന്നു. വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ആ വണ്ടി കടന്നു പോകുമ്പോൾ ആ മണികിലുക്കം വെറുമൊരു ശബ്ദമായിരുന്നില്ല, അതൊരു വലിയ പ്രഖ്യാപനമായിരുന്നു. ശരിക്കും, ഞാനും ഈ നാട്ടിലെ മനുഷ്യനാണ്, എനിക്കും ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ അവകാശമുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരു മുഴക്കം. ഇന്നത്തെ കാലത്തെ ഒരു വൈറൽ പ്രൊട്ടസ്റ്റിന് തുല്യമാണിത്, അല്ലേ? കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നുണ്ട്. പക്ഷേ ഈ വഴി നടക്കാനുള്ള അവകാശം കിട്ടിയതുകൊണ്ട് മാത്രം അടിസ്ഥാനപരമായ ദാരിദ്ര്യവും അസമത്വവും മാറില്ലല്ലോ. ഒരിക്കലുമില്ല. വഴി മാത്രം പോരാ, തലയുയർത്തി നിൽക്കാൻ വിദ്യാഭ്യാസമെന്ന ആയുധം കൂടിയേ തീരൂ എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു. വിദ്യാഭ്യാസമില്ലെങ്കിൽ തന്റെ ജനത എക്കാലവും അടിമകളായി തുടരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ 1905-ൽ വെങ്ങാനൂരിൽ അവശ്യ സമുദായങ്ങൾക്കായി അദ്ദേഹം ഒരു കുടിപ്പള്ളിക്കൂടം അഥവാ നിലത്തെഴുത്തുപള്ളി ആരംഭിച്ചു. മുളയും ഓലയും കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കെട്ടിടം. സ്വാഭാവികമായും അന്നത്തെ ജന്മിമാരിതിനെ കയ്യും കെട്ടി നോക്കി നിന്നിട്ടുണ്ടാകില്ല. അന്നു രാത്രി തന്നെ അവരാ പള്ളിക്കൂടം തീവെച്ച് നശിപ്പിച്ചു. പക്ഷേ അയ്യങ്കാളി തളർന്നില്ല. പരാതി കൊടുക്കാനൊന്നും പോകാതെ കത്തിയമർന്ന ആ ചാരത്തിൽ നിന്ന് അതേ സ്ഥാനത്ത് അദ്ദേഹം വീണ്ടും പുതിയൊരു പള്ളിക്കൂടം പണിതുയർത്തി. അതെന്തായാലും വലിയൊരു സന്ദേശനാ കൊടുത്ത്. അതെ. ഈ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ ഒടുവിൽ ഭരണകൂടത്തിനു വഴങ്ങേണ്ടി വന്നു. 1914-ൽ ഈ സ്കൂൾ സാധുജന പരിപാലന സംഘത്തിന് ഔദ്യോഗികമായി അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായി. ഇന്നത് ശ്രീ അയ്യങ്കാളി സ്മാരക പുതുവൽ വിളാകം സ്കൂൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കുമ്പോൾ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം നടക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണെന്ന് കാണുന്നു. സ്കൂൾ പ്രവേശനത്തിന് വേണ്ടിയുള്ളൊരു പോരാട്ടം എങ്ങനെയാണ് പെട്ടെന്നൊരു കാർഷിക പണിമുടക്കായി മാറുന്നത്? അതൊരു വലിയ കഥയാണ്. വാസ്തവത്തിൽ അധസ്ഥിതരുടെ കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ട് 1907-ൽ തന്നെ സർക്കാർ ഒരു ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരും ജന്മിമാരും ചേർന്ന് അത് പൂഴ്ത്തിവെച്ചു. പതിവുപോലെ തന്നെ.
അതെ, ഇതറിഞ്ഞ അയ്യങ്കാളി പുലയ കുട്ടികൾക്ക് പ്രവേശനം ആവശ്യപ്പെട്ട് അധികാരികളെ സമീപിച്ചു. എന്നാൽ ഈ കുട്ടികളെ ഉയർന്ന ജാതിയിലുള്ള കുട്ടികൾക്കൊപ്പം ഇരുത്തില്ല എന്നായിരുന്നു അവരുടെ നിലപാട്. അപ്പോഴാണ് 1909 അയ്യങ്കാളി തന്റെ ഐതിഹാസികമായ ആ പ്രഖ്യാപനം നടത്തുന്നത്. ആ പ്രശസ്തമായ വാചകം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും എന്നത്. കൃത്യം. ആ വാചകം ഒരു വെറും ഭീഷണിയായിരുന്നില്ല, അതൊരു പ്രായോഗികമായ പണിമുടക്കായിരുന്നു. അവിടെയാണ് എനിക്കൊരു സംശയമുള്ളത്. പണിമുടക്കുവെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസക്കൂലിക്കാരായ കർഷക തൊഴിലാളികൾക്ക് കൂലിയില്ല, പട്ടിണിയാകും എന്നല്ലേ അർത്ഥം? അവർക്ക് ഈ സമരം എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു? അവിടെയാണ് 1909 ഈ സമരം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കേരളത്തിൽ ട്രേഡ് യൂണിയനുകൾ പോലുമില്ലാതിരുന്ന കാലത്താണ് അദ്ദേഹം ഈ സമരം പ്ലാൻ ചെയ്യുന്നത്. പണിമുടക്കിയ തൊഴിലാളികൾക്ക് നേരെ മർദ്ദനമുണ്ടായി, പട്ടിണി രൂക്ഷമായി. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ അദ്ദേഹം വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുമായി ഒരു സഖ്യമുണ്ടാക്കി. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളോ? അവരെങ്ങനെയാണ് ഈ കർഷകരെ സഹായിക്കുന്നത്? അതൊരു ഗംഭീര തന്ത്രമായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും ഉണ്ടെങ്കിലും കടലിൽ നിന്നു വരുമ്പോൾ വലവലിക്കാനും മീൻ ചുമക്കാനുമൊക്കെ കൂടുതൽ ആളുകളെ ആവശ്യമുണ്ടായിരുന്നു. അയ്യങ്കാളി തന്റെ പണിമുടക്കിയ കർഷക തൊഴിലാളികളെ നേരെ വിഴിഞ്ഞത്തേക്ക് വിട്ടു. ഓ, അപ്പോ അവർക്കവിടെ പണി കിട്ടി. അതെ, അവരവിടെ പണിയെടുത്തു, കൂലിയായി മീൻ കിട്ടി, അത് വിറ്റ് അവർ പട്ടിണി മാറ്റി. ഇപ്പുറത്ത് ജന്മിമാരുടെ പാടങ്ങളെല്ലാം പണിയില്ലാതെ ഉണങ്ങി നശിച്ചു. 1 വർഷത്തോളം നീണ്ട ഈ ഉപരോധത്തിനൊടുവിൽ ഗത്യന്തരമില്ലാതെ ജന്മിമാരും സർക്കാരും മുട്ടുമടക്കി. സഞ്ചാര സ്വാതന്ത്ര്യവും സ്കൂൾ പ്രവേശനവും അതിനൊപ്പം കൂടുതൽ കൂലിയും ഉറപ്പാക്കിയാണ് ആ സമരം അവസാനിച്ചത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത്രയും കൃത്യമായൊരു പ്ലാനിംഗ്. തെരുവിലെ ഈ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ എന്തെങ്കിലും ഔദ്യോഗിക സംവിധാനം അദ്ദേഹം ഉണ്ടാക്കിയിരുന്നോ? ഒറ്റയ്ക്കിതൊന്നും ഏകോപിപ്പിക്കുക എന്നത് അസാധ്യമാണല്ലോ. തീർച്ചയായും അസാധ്യമാണ്. അതുകൊണ്ടാണ് തെരുവിലെ സമരങ്ങൾക്ക് ഒരു സംഘടനാപരമായ അടിത്തറ ആവശ്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. അങ്ങനെ 1907 SNDP യോഗത്തിന്റെ മാതൃകയിൽ അദ്ദേഹം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. വിദ്യാഭ്യാസം നേടിയെടുക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യമല്ലേ? ഇതിൽ സ്വന്തമായി സ്ഥലം വാങ്ങി. SNDP മോഡൽ എന്നു പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ശ്രീനാരായണ ഗുരുവുമായി അദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. 1912 ബാലരാമപുരത്ത് വെച്ച് അദ്ദേഹം ശ്രീനാരായണ ഗുരുവുമായി വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതുപോലെ ആശയപ്രചാരണത്തിന് സ്വന്തമായൊരു പ്ലാറ്റ്ഫോം വേണമെന്ന് മനസ്സിലാക്കി 1913 സംഘത്തിന്റെ മുഖപത്രമായ സാധുജന പരിപാലിനി ആരംഭിച്ചു. ഇതിനൊരു എഡിറ്റർ ഉണ്ടായിരുന്നില്ലേ? അതെ, ചെമ്പുന്തര കാളി ചോദിക്കർപ്പനായിരുന്നു സാധുജന പരിപാലിനിയുടെ പത്രാധിപർ. അപ്പോൾ സ്വന്തമായി യൂണിയൻ, സ്വന്തമായി പത്രം, കർഷകരെ വെച്ച് വലിയ പണിമുടക്കുകൾ. അന്നത്തെ തിരുവിതാംകൂർ സർക്കാർ ഇതൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിച്ചില്ലേ? ഒതുക്കുന്നതിനു പകരം അദ്ദേഹത്തിന്റെ സ്വാധീനത്തെ അംഗീകരിക്കുകയാണ് സർക്കാർ ചെയ്തത്. 1911 തിരുവിതാംകൂർ സർക്കാർ അദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിൽ, അതായത് അന്നത്തെ നിയമനിർമ്മാണ സഭയിൽ അംഗമാക്കി. ആ സഭയിൽ അംഗമാകുന്ന ആദ്യത്തെ അധസ്ഥിത സമുദായക്കാരൻ? കൃത്യം. അത് വലിയൊരു നേട്ടമായിരുന്നു. വഴിയിലൂടെ നടക്കാൻ പോലും സമ്മതിക്കാതിരുന്നൊരു സമൂഹത്തിൽ നിന്ന് നിയമങ്ങളുണ്ടാക്കുന്ന കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുക, അതൊരു ചെറിയ കാര്യമല്ല. എങ്കിലും നിയമസഭയിൽ കയറിയതുകൊണ്ട് മാത്രം തെരുവിലെ ജാതിവെറി അവസാനിക്കില്ലല്ലോ. നമ്മൾ ഈ കുറിപ്പുകൾ നോക്കുമ്പോൾ 1912 15 നടന്ന ചില കടുത്ത ലഹളകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതെ, നിയമങ്ങൾ കൊണ്ടു മാത്രം നൂറ്റാണ്ടുകളുടെ അന്ധവിശ്വാസങ്ങളെ മാറ്റാനാവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. 1912 നടന്ന നെടുമങ്ങാട് ചന്തലഹള അതിനൊരു ഉദാഹരണമാണ്. അയിത്തജാതിക്കാർക്കന്ന് പൊതുമാർക്കറ്റിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു. അയ്യങ്കാളി ഇതിനെ നേരിട്ട് ചോദ്യം ചെയ്തു. വലിയൊരു സംഘട്ടനത്തിന് ശേഷമാണ് നെടുമങ്ങാട് ചന്തയിൽ അവർക്ക് പ്രവേശനം ലഭിച്ചത്. അപ്പോ 1915 ഊരുട്ടമ്പലം ലഹളയോ? കൊല്ലവർഷം 1990 നടന്നതുകൊണ്ട് ഇതിനെ 90-ാം ആണ്ട് ലഹള എന്നും വിളിക്കാറുണ്ടല്ലോ. PSC പരീക്ഷകൾക്കൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒന്നാണിത്. അതെ, അത് വിദ്യാഭ്യാസ അവകാശത്തിന് നേരെയുണ്ടായ കടുത്തൊരു ആക്രമണമായിരുന്നു. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പഞ്ചമി എന്ന പെൺകുട്ടിയെ ഊരുട്ടമ്പലം സ്കൂളിൽ ചേർക്കാൻ ശ്രമിച്ചു. സവർണർ അത് തടയുകയും അന്നു രാത്രി തന്നെ ആ സ്കൂൾ കത്തിച്ചാമ്പലാക്കുകയും ചെയ്തു. ഇത് ആ പ്രദേശത്താകെ വലിയൊരു കലാപത്തിനാണ് തിരികൊളുത്തിയത്.
ഓരോ ചുവടുവയ്പിലും വലിയൊരു ചെറുത്തുനിൽപ്പാണ് അദ്ദേഹം നേരിട്ടത്. ഈ 1915 തന്നെയാണ് കൊല്ലം ജില്ലയിൽ പ്രശസ്തമായ പെരിനാട് ലഹള അഥവാ കല്ലുമാല സമരം നടക്കുന്നത്. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതൊരു വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം മാത്രമായിരുന്നോ? ഒരിക്കലുമല്ല. അതൊരു വസ്ത്രത്തിന്റെ പ്രശ്നമായിരുന്നില്ല. അതൊരു അടിസ്ഥാന മനുഷ്യസ്നേഹത്തിന്റെയും ശാരീരികമായ സ്വാതന്ത്ര്യത്തിന്റെയും പ്രശ്നമായിരുന്നു. അക്കാലത്ത് താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലായിരുന്നു. അതിനു പകരം അവരുടെ ജാതി തിരിച്ചറിയാൻ വേണ്ടി കഴുത്തിൽ കല്ലും ഗ്ലാസ് കഷ്ണങ്ങളും കോർത്ത ഭാരമേറിയ മാലകൾ അണിയാൻ അവർ നിർബന്ധിതരായിരുന്നു. ഇതിനെയാണ് കല്ലുമാല എന്ന് വിളിച്ചിരുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീകരമായ അവസ്ഥയാണത്. ആ കല്ലുകൾ ശരീരത്തിൽ ഉരഞ്ഞ മുറിവുകളുണ്ടാകില്ലേ? അതുതന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ആ കല്ലുകൾ ശരീരത്തിൽ ഉരഞ്ഞ് മുറിവുകളുണ്ടാകും, പഴുക്കും. ഓരോ നിമിഷവും നിങ്ങളൊരു താഴ്ന്ന ജാതിക്കാരിയാണെന്ന് ശാരീരികമായി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അഴിച്ചുമാറ്റാൻ പാടില്ലാത്തൊരുതരം ഇരുമ്പ് ചങ്ങല തന്നെയായിരുന്നു അത്. ശരിക്കും അതൊരു പീഡനം തന്നെയായിരുന്നു. അപ്പോൾ ഈ മാലകൾ പൊട്ടിച്ചെറിയുക എന്നത് ആ വേദനയിൽ നിന്നുള്ള മോചനം കൂടിയായിരുന്നു. അതെ. ഈ അപമാനകരമായ ആചാരം അവസാനിപ്പിക്കാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്തു. സ്ത്രീകൾ കല്ലുമാലകൾ പൊട്ടിച്ചെറിയാൻ തുടങ്ങി. സവർണർ ഇതിനെതിരെ അക്രമം അഴിച്ചുവിട്ടു. കൊല്ലത്ത് ഗോപാലദാസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ആക്രമിക്കപ്പെട്ടു. ഒരാഴ്ചയോളം നീണ്ട രക്തരൂക്ഷിതമായ സംഘർഷണങ്ങളായിരുന്നു അവിടെ. എന്നിട്ട് അതെങ്ങനെ അവസാനിച്ചു? ഒടുവിൽ 1915 ഡിസംബർ 10 ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ അധ്യക്ഷതയിൽ പെരിനാട്ട് വലിയൊരു സർവ്വസമുദായ സമ്മേളനം നടന്നു. ആ വേദിയിൽ വെച്ച് ആയിരക്കണക്കിന് സ്ത്രീകളാണ് തങ്ങളുടെ കഴുത്തിലെ ആ അടിമച്ചങ്ങലയായ കല്ലുമാലകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ആ നിമിഷത്തെ അവരുടെ വൈകാരികമായ ആശ്വാസം എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് സങ്കൽപ്പിക്കാൻ പോലുമാകില്ല. ഇതിന്റെയൊക്കെ ഒരു സ്വാധീനം തിരുവിതാംകൂറിൽ മാത്രമായിരുന്നോ? അല്ല, ഈ പ്രക്ഷോഭങ്ങളുടെ അലയോലികൾ കൊച്ചി രാജ്യത്തേക്കും വ്യാപിച്ചു. അവിടെ മുളവുകാടുകാരനായ കൃഷ്ണാദി ആശാനാണ് പുലയരുടെ നവോത്ഥാനത്തിന് വലിയ രീതിയിൽ നേതൃത്വം നൽകിയത്. അവിശ്വസനീയമായൊരു പോരാട്ടം. സ്വന്തം ജനതയുടെ ഈ വലിയ മാറ്റങ്ങളൊക്കെ നേരിൽ കണ്ടുകൊണ്ടാണോ അയ്യങ്കാളി വിടവാങ്ങുന്നത്? അതൊരു വലിയ ഭാഗ്യമാണ്. 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിനു ശേഷം 1937 മഹാത്മാഗാന്ധി തിരുവിതാംകൂറിലെത്തിയപ്പോൾ അദ്ദേഹം നേരിട്ട് വെങ്ങാനൂരിലെത്തി അയ്യങ്കാളിയെ സന്ദർശിച്ചു. ഓ, ഗാന്ധിജി നേരിട്ട് വന്നു? അതെ, അദ്ദേഹം അയ്യങ്കാളിയുടെ സേവനങ്ങളെ വാനോളം പ്രകീർത്തിച്ചു. അതിനുശേഷം 1941 ജൂൺ 18 ആ ഇതിഹാസം അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം ഈ പ്രസ്ഥാനങ്ങൾക്കെല്ലാം എന്ത് സംഭവിച്ചു? 1942 തിരുവനന്തപുരത്ത് വച്ച് സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭ സ്ഥാപിതമായി. അയ്യങ്കാളിയുടെ മകൾ തങ്കമ്മയുടെ ഭർത്താവായിരുന്ന ടി കേശവൻ ശാസ്ത്രിയായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. സാധുജന പരിപാലന സംഘം പിന്നീട് ഈ മഹാസഭയിൽ ലയിച്ചു. അദ്ദേഹത്തിന്റെ സ്മാരകങ്ങളും ചരിത്രവും ഇന്നും തലസ്ഥാനത്ത് നമ്മൾ കാണാറുണ്ടല്ലോ. തീർച്ചയായും. തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് സ്ഥാപിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമ ഈ പോരാട്ടങ്ങളുടെയെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം പ്രവർത്തിക്കുന്നത് തന്നെ വെള്ളയമ്പലത്തുള്ള അയ്യങ്കാളി ഭവനിലാണ്. ഈ ചരിത്രമൊക്കെ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് THP ചെന്താരശ്ശേരി രചിച്ച അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകം വളരെ മികച്ചൊരു റെഫറൻസാണ്. ഈ ഡീപ്പ് ഡൈവ് ശരിക്കും ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ പല ധാരണകളെയും തിരുത്തുന്നതാണ്. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് പൗരാവകാശങ്ങൾ എന്ന് പറയുന്നത് വലിയ ഭരണാധികാരികൾ മുകളിൽ നിന്ന് താഴേക്ക് ഔദാര്യമായി നൽകുന്നതാണെന്നാണ്. അവിടെയാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഏറ്റവും ചിന്തിപ്പിക്കുന്ന ആ ചോദ്യം കിടക്കുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സാമൂഹിക സമത്വവും അവകാശങ്ങളുമൊക്കെ ഭരണഘടനകളിൽ നിന്നോ അധികാരികളിൽ നിന്നോ ഒരു സുപ്രഭാതത്തിൽ നൽകപ്പെട്ടതാണോ? അതോ നിയമങ്ങൾ വരുന്നതിനും എത്രയോ മുൻപേ വിലക്കപ്പെട്ട ഒരു വഴിയിലൂടെ മണികെട്ടിയ ഒരു വില്ലുവണ്ടി ഉരുട്ടിത്തുടങ്ങിയ ഒരു സാധാരണക്കാരന്റെയും അവനെ പിന്തുണച്ച ആയിരങ്ങളുടെയും ചോരയിൽ നിന്നും തെരുവുകളിൽ പൊരുതി നേടിയെടുത്തതാണോ? അതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. യഥാർത്ഥ മാറ്റങ്ങൾ എപ്പോഴും താഴെത്തട്ടിൽ നിന്നാണ്, തെരുവുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈയൊരു ചിന്ത നിങ്ങളിലേക്ക് വിട്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
കൂടുതൽ ചരിത്ര വസ്തുതകളുമായി മറ്റൊരു ഡീപ് ഡൈവിൽ നമുക്ക് വീണ്ടും കാണാം.